ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പുനഃപരിശോധന ഹർജിയുമായി ഉമർ ഖാലിദ് സുപ്രീം കോടതിയിൽ ജാമ്യം നിഷേധിച്ച ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ഹർജി മറ്റന്നാൾ പരിഗണിക്കും. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഡൽഹി കലാപ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ജനുവരി 5-ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉമർ ഖാലിദ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഉമർ ഖാലിദിന്റെ അഭിഭാഷകനായ കപിൽ സിബലാണ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി ബുധനാഴ്ച, അതായത് മറ്റന്നാൾ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. തുറന്ന കോടതിയിൽ ഈ കേസിന്റെ വാദം കേൾക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി കപിൽ സിബൽ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പകരം ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കുമെന്നാണ് നിലവിൽ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ജനുവരി 5-ാം തീയതി ആയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് 5 പേർക്ക് സുപ്രീം കോടതി ജാമ്യം നൽകുകയും ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിക്കുകയുമായിരുന്നു ഉണ്ടായത്. ഇവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി 2 പേർക്ക് ജാമ്യം നിഷേധിക്കുകയും ഈ കേസിലെ മറ്റ് 5 പേർക്ക് ജാമ്യം നൽകുകയുമാണ് ഉണ്ടായത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഉമർ ഖാലിദ് സുപ്രീം കോടതിയുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കാരണം 5-ാം തീയതി ഈ കേസിലെ വിധി വന്ന സമയത്ത് ഇനിയിപ്പോൾ ഈ വിധി വന്ന് 1 വർഷത്തിന് ശേഷം മാത്രമേ വീണ്ടും ഉമർ ഖാലിദിന് കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ സമയത്ത് ജസ്റ്റിസ് അരവിന്ദ് കുമാർ, അതോടൊപ്പം തന്നെ NV അഞ്ചാരി അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ വീണ്ടും കോടതിയിൽ ഈ ഒരു ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഉമർ ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച, മറ്റന്നാൾ കേസ് പരിഗണിക്കുന്നത് നിർണായകമായിരിക്കും. കോടതി എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ഈ കേസിന്റെ ഒരു വാദങ്ങൾ ഉണ്ടാവുക. ഒരുപക്ഷെ കോടതി ഈ കേസ് പരിഗണിച്ച് മുന്നോട്ട് വാദം കേൾക്കാമെന്ന് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു വാദമായിരിക്കും സുപ്രീം കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും നടക്കാൻ പോവുക.